ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാർ വിദേശയാത്ര നടത്തിയത് അന്വേഷിക്കണമെന്ന് അൻവർ. സോളാർ കേസ് അട്ടിമറിച്ചതിൽ നിന്ന് ലഭിച്ച കൈക്കൂലി ഉപയോഗിച്ച് തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാറ്റ് വാങ്ങി. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പ്രത്യേക അജണ്ടയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെടുന്നു. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും വീണ്ടും ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. അജിത് കുമാർ അധികാര ദുർവിനിയോഗത്തിലൂടെ വലിയ രീതിയിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു. സോളാർ കേസ് അട്ടിമറിച്ചതിന് ലഭിച്ച കൈക്കൂലി പണം ഉപയോഗിച്ച് കവടിയാറിൽ 33 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി. 10 ദിവസത്തിനുള്ളിൽ 65 ലക്ഷം രൂപയ്ക്ക് ഇത് മറിച്ചുവിറ്റുവെന്നും അൻവർ പറഞ്ഞു. രേഖകളും പുറത്തുവിട്ടു. MR അജിത് കുമാറിന്റെ അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ ആക്ടിവിറ്റിയും ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിലൂടെ അദ്ദേഹം ഒരുപാട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. സോളാർ കേസ് അട്ടിമറിക്കാൻ MR അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. തന്റെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലായാൽ ഉത്തരവാദി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ്. P ശശിക്ക് പ്രത്യേക അജണ്ടയുണ്ടോ എന്നും പരിശോധിക്കണം. അല്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അക്കോർഡിംഗ് ടു മൈ നോളജ് അദ്ദേഹം എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുന്ന പ്രശ്നമേ ഇല്ല. ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ഈ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. തുടർച്ചയായ PV അൻവറിന്റെ പ്രസ്താവനകൾ CPM-നെയും മുഖ്യമന്ത്രിയെയും കടുത്ത പ്രതിരോധത്തിലാക്കി. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയല്ല ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഉന്നം മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയുമാണെന്ന് വ്യക്തം. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ അൻവറിനെ വിമർശിച്ചു. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.